ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. കീം 2025 എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 റിസൾട്ട് വന്നു. ഇനി മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അധികം വൈകാതെ നോട്ടിഫിക്കേഷൻ വരും. മാർക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയായി. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കണം. നമുക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിന് ഞാൻ കൃത്യമായിട്ട് അത് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. നമുക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ വേണം എന്നുള്ളത് നമ്മൾ ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷന്റെ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അലോട്ട്മെന്റുകളിൽ കൃത്യമായിട്ട് കോളേജും കോഴ്സും നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്നറിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് യൂസ് ചെയ്യാം. അതായത് കീമിന്റെ വെബ്സൈറ്റിൽ തന്നെ കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഓരോ കോഴ്സിനും എത്ര റാങ്ക് വരെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം അറിയാൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെ ആയിരിക്കണം ഈ വർഷം എന്ന് നിർബന്ധമില്ല. കാരണം കുട്ടികളുടെ ചോയ്സ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഏകദേശം ഒരു ട്രെൻഡ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദാറ്റ് മീൻസ് റഫ് ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഏതൊക്കെ കോളേജിൽ ഇപ്പം നമുക്ക് ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും. ചിലർക്ക് ഏത് കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഈസി എടുക്കാം, ട്രിപ്പിൾ ആണെങ്കിലും സിവിൽ ആണെങ്കിലും CSE ആണെങ്കിലും ഏതാണോ കിട്ടുന്നത് അത് എടുക്കാം, അങ്ങനെയുള്ളവരുണ്ടാവും. പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് മാത്രം താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. നമുക്ക് ആ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു തരാം. നമുക്ക് അതിന്റെ ഫീസ് അടക്കിയ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പറഞ്ഞിട്ടുള്ള സമയത്തിനകത്ത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അതിനുശേഷം പിന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ആണ്. അലോട്ട്മെന്റിൽ ആദ്യം തന്നെ ഒരു ട്രയൽ അലോട്ട്മെന്റ് വരും. അതായത് നമുക്ക് ഏകദേശം എവിടെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു, അതായത് എങ്ങനെയാണ് ആ അലോട്ട്മെന്റ് വരുന്നതെന്ന് അറിയാനാണ്. ആ അലോട്ട്മെന്റ് ഒരു ഫൈനൽ ഒന്നുമല്ല, അത് ജസ്റ്റ് ഒരു ട്രയൽ, പേര് പോലെ തന്നെ ഒരു ഡെമോ പോലെയുള്ള ഒരു അലോട്ട്മെന്റ് ആണ്. അതിനുശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ഏത് കോളേജിൽ കിട്ടും എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ആ കോളേജും കോഴ്സും നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതല്ല നമുക്ക് വീണ്ടും ഓപ്ഷൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയർ ഓപ്ഷൻസ് റീചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു അവസരം നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഒരു സെക്കൻഡ് അലോട്ട്മെന്റിനൊക്കെ ശേഷമായിരിക്കും നമുക്ക് മിക്കവാറും കോളേജിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടോക്കൺ ഫീ ഒക്കെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഏകദേശം അതിന്റെ ആ ഒരു സ്ട്രക്ചർ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷനായി നമ്മൾ ഫീസ് അടച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനിടയ്ക്ക് വരുന്നത്. അപ്പൊ ഇത് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഓപ്ഷൻ പ്രിപ്പറേഷനും ഓപ്ഷൻ രജിസ്ട്രേഷനും നമുക്ക് 3 രീതിയിൽ നമ്മുടെ ഓപ്ഷൻസ് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് 3 തരത്തിലാണ് കൊടുക്കാൻ പറ്റുക. അപ്പൊ അതിൽ ഫസ്റ്റ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം ഏതെങ്കിലും ഒരു കോളേജ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ കോളേജിന്റെ പ്രയോറിറ്റിയിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇവിടെ ഞാൻ നോക്കൂ, ഈ ഫസ്റ്റ് ഈ ഒരു കോളത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് TV എന്ന് പറയുന്നത്, അതായത് കോളേജിന്റെ കോഡാണ്. അവിടെ EC എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ആദ്യത്തെ ഈ 3 ലെറ്റേഴ്സ് കോളേജിന്റെ കോഡും പിന്നത്തെ 3 ലെറ്റേഴ്സ് കോഴ്സിന്റെ കോഡുമാണ്. TVE CSE, TVE ട്രിപ്പിൾ ഇ, അതായത് ഒരു ട്രിവാൻഡ്രത്തുള്ള കോളേജിൽ നമുക്ക് ECE CSE ട്രിപ്പിൾ ഇ ആ കോളേജാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി അത് കഴിഞ്ഞാൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമുക്ക് അടുത്തത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അവിടെ EC കിട്ടിയാലും CSE കിട്ടിയാലും ട്രിപ്പിൾ ഇ കിട്ടിയാലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ TCR ECE, TCR CSE, TCR ട്രിപ്പിൾ ഇ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു.
അടുത്തത് TKM കോളേജ്, പിന്നെ NSS കോളേജ്. അതായത് ഒരു കോളേജിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിൽ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളേജ്, ഫോർ എക്സാമ്പിൾ നമുക്ക് 8ാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ടോക്കൺ ഫീ കൊടുക്കണം. പിന്നെ വരുന്ന സബ്സിക്വന്റ് അലോട്ട്മെന്റ്സിൽ 9 മുതൽക്കുള്ള എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അടുത്ത അലോട്ട്മെന്റിന് 8ന് മുകളിലേക്കുള്ള 1 മുതലുള്ള 7 വരെയുള്ള ഓപ്ഷൻസ് മാത്രമേ നിലനിൽക്കുള്ളൂ. ആ കോളേജുകളിൽ മാത്രമേ പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഇനി അത് വേണ്ട, നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം, 8ാമത് ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. ഇനി ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ വരുന്ന അലോട്ട്മെന്റിൽ ഇതിന് മുകളിലേക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിയാൽ നമ്മൾ പോവുകയും വേണം. അപ്പൊ ആ 2 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പോവാൻ പ്രിഫർ ചെയ്യുന്നത് വേണം ആദ്യത്തെ നമ്പറുകളിൽ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി 2ാമത്തെ സെറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഏത് കോളേജ് ആയാലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു കുട്ടി പറയണ എനിക്ക് ഈസി ആണ് വേണ്ടത്, അത് ഇപ്പൊ TVയിലാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും TKMലാണെങ്കിലും NSSലാണെങ്കിലും ഒക്കെ എനിക്ക് ഈസിയിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2ാമത്തെ കോളത്തിൽ കൊടുത്ത പോലെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. കോളേജുകൾ മാറി ഒരേ കോഴ്സുകൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ഈസി കഴിഞ്ഞ CSE, അത് ഈ പറഞ്ഞ പോലെ കുറെ കോളേജസിൽ കൊടുക്കുന്നു. പിന്നെയാണ് ട്രിപ്പിൾ. അപ്പൊ 1ാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കോളേജിന് പ്രിഫറൻസും 2ാമത്തേത് കൊടുത്തിരിക്കുന്ന കോഴ്സിന് പ്രിഫറൻസും വരുന്ന രീതിയിലാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് 5ാമത്തെ കോളേജ് ആണ്, ഇപ്പൊ ട്രിവാൻഡ്രത്ത് നമുക്ക് CSE ആണ് കിട്ടിയത്. അപ്പൊ CSE ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവിടെ നമ്മള് അതായത് ആ കിട്ടിയ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ ടോക്കൺ ഫീ അടയ്ക്കുന്നു. പിന്നീട് 6ാമത്തെ മുതലുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലനിർത്താം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന അലോട്ട്മെന്റിൽ അതിന് മുകളിലേക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും അങ്ങോട്ട് പോകണം. എനിക്ക് ആദ്യം കിട്ടിയ ഓപ്ഷൻ മതി എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി 3ാമത്തെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ ട്രിവാൻഡ്രത്ത് ഈസി കിട്ടിയില്ലെങ്കിൽ എനിക്ക് തൃശ്ശൂർ ട്രിപ്പിൾ മതി. അതായത് ഏതെങ്കിലും കോളേജിലെ ചില പർട്ടിക്കുലർ കോഴ്സുകൾക്ക് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ചില കോളേജിലാ ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണ്, പക്ഷെ അവിടെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കാം. തൃശ്ശൂർ ട്രിപ്പിൾ കൊടുത്തു, പിന്നെ TKMൽ ട്രിപ്പിൾ കൊടുത്തു, പിന്നെ NSSൽ ഈസി കൊടുത്തു. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഓരോ കുട്ടികളുടെയും താല്പര്യം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലിസ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പിന്നീട് നമുക്ക് അതായത് നമ്മൾ കോളേജ് അന്വേഷിച്ച് കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യം നമുക്ക് ഒരു റഫായിട്ട് ഇപ്പൊ ചെയ്ത് വെക്കാം. റാങ്ക് വന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല റാങ്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധ്യതകൾ മാറും. അപ്പൊ ആ സമയത്ത് നമുക്കത് മാറ്റുകയും ചെയ്യാം. ഏകദേശം നമുക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ ജോയിൻ ചെയ്യാൻ തയ്യാറാവണം. പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഹയർ ഓപ്ഷൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അങ്ങോട്ട് പോവുകയും വേണം. അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, താഴേക്ക് വരുന്ന ഓപ്ഷൻസ് എല്ലാം ഓരോ അലോട്ട്മെന്റിലും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അലോട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു ട്രയൽ അലോട്ട്മെന്റ് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടുന്ന ഇടത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള യാതൊരു ഇതും ഇല്ല. അത് ജസ്റ്റ് ഒരു ഡെമോ പോലെ, അതായത് എങ്ങനെയാണ് അലോട്ട്മെന്റ് ആ പ്രോസസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അതിനുശേഷം വരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് നമുക്ക് കൃത്യമായിട്ട് ഏത് കോളേജിൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വരുന്നത്.
ആ കോളേജിൽ നമ്മൾ കോളേജിൽ നേരിട്ട് പോകേണ്ട ആവശ്യം ആ സമയത്ത് വരുന്നില്ല. നമുക്ക് ടോക്കൺ ഫീ അടച്ചാൽ മതി. പിന്നീട് ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഒക്കെ ഒരു സമയത്തായിരിക്കും നമുക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പൊ ആ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും ഇടയ്ക്കുള്ള ആ ഒരു പീരീഡ് ക്രൂഷ്യൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോവർ ഓപ്ഷൻസ് എല്ലാം, അതായത് ഇപ്പൊ 8ാമത്തെ ആണെങ്കിൽ 9 മുതൽക്കുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഡിലീറ്റ് ആവും. ഹയർ ഓപ്ഷൻസ് മാത്രമേ നിലനിൽക്കുള്ളൂ. അതായത് 1 മുതൽ 7 വരെയുള്ളത് മാത്രമേ നിലനിൽക്കുള്ളൂ. അത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ പറഞ്ഞ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും നമ്മൾ അങ്ങോട്ട് പോവുകയും വേണം. ഓക്കെ, പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം സബ്സിക്വന്റ് അലോട്ട്മെന്റ്സ് ഉണ്ടാവാം. അത് ഓരോ സമയത്തുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് അനുസരിച്ചിട്ടായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് തരാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ എടുക്കണം. അപ്പൊ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടും. ഞാൻ വീണ്ടും ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ ഒരു ലിസ്റ്റ് ഇട്ടത്. ഇപ്പൊ ഞാൻ 5ാമത്തെ എനിക്ക് ട്രിവാൻഡ്രം CSC കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടച്ച്, അതായത് നമ്മളുടെ ആ ഒരു നമുക്ക് കിട്ടിയ അലോട്ട്മെന്റ് നമ്മൾ ബുക്ക് ചെയ്യണത്. ഓക്കെ, ആ ടോക്കൺ ഫീ അടയ്ക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്യുക. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ നമുക്ക് ആ ചാൻസ് നഷ്ടപ്പെടും. നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിനെ വെളിയിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ 6 മുതൽക്കുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആവും. ഓക്കെ, പിന്നെ അവിടുന്ന് നമുക്ക് സാധ്യത എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയാണ്. വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്ക് പിന്നെ തൃശ്ശൂർ ട്രിപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ CSC വേണ്ടാന്ന് വെച്ച് ഞാൻ ട്രിപ്പിളിക്ക് പോകണം. പിന്നെ അയ്യോ എനിക്ക് CSC ആയിരുന്നു അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇനി മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാം. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ ആ ഒരു മാർക്ക് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ മാർക്ക് ഡാറ്റ വരും. അതിനുശേഷമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഓരോ നോട്ടിഫിക്കേഷൻ അനുസരിച്ചും നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് നമുക്ക് ഏതൊക്കെ കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇനി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ കോളേജിലാണ് കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഗവൺമെന്റ് കോളേജസിനെ കുറിച്ചും ഏതൊക്കെ അവിടെ കോഴ്സുകൾ ഉണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അതേപോലെ തന്നെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസും കാണും. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.